VMKD presents Orissa. VMKDയുടെ നേതൃത്വത്തിൽ സത്യത്തിൻ്റെ കൂട്ടുവേലക്കാർ എന്ന ധ്യാന നേരത്തിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്ക് തലകളെ വണക്കി പ്രാർത്ഥിക്കാം. സകല സത്യത്തിലും ഞങ്ങളെ വഴി നടത്തുന്ന ദിവ്യമായിട്ടുള്ള ആത്മാവിന് നൽകി ഞങ്ങളെ ജീവൻ്റെ വചനത്തിന് സാക്ഷികളാക്കുന്ന കർത്താവെ, അവിടുത്തെ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഈ ധ്യാനത്തിൽ ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കണമേ. ആദ്യോടന്തം അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണമേ. അങ്ങയുടെ വചനത്തിൽ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങളെ അവിടുന്ന് നൽകിത്തരണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഒരു അഭിനന്ദനം ആരെയാണ് പ്രചോദിപ്പിക്കാത്തത്? എല്ലാവരും അഭിനന്ദനം ആഗ്രഹിക്കുന്നവരാണ്. അഭിനന്ദിക്കുന്നവരും അഭിനന്ദനം കേൾക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം എത്രമാത്രം ധന്യതയുള്ളതാണ്. യോഹന്നാൻ്റെ മൂന്നാമത്തെ ലേഖനം അപ്രകാരമുള്ള ഒരുപാട് സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ പ്രദാനം ചെയ്യുന്നവയാണ്. മൂപ്പനായ യോഹന്നാൻ താൻ വളരെയേറെ സ്നേഹിക്കുന്ന ഗയോസ് എന്ന യുവാവിന് എഴുതുന്ന ലേഖനമായിട്ടാണ് ഈ ലേഖനത്തെ കാണാനായിട്ട് സാധിക്കുന്നത്. ഗയോസിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു എൽഡർ, ഒരു പ്രസ്ബിറ്ററോസ്, ഒരു മൂപ്പൻ. പുതിയ നിയമത്തിലെ 5 ഇടങ്ങളിൽ ഗയോസിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് വ്യത്യസ്ത വ്യക്തികളാണെന്നും ഒരേ വ്യക്തികളാണെന്നും ഒക്കെയുള്ള പരാമർശങ്ങളുണ്ട്. പൗലോസിൻ്റെ കൂടെ ഗ്രീസ് മുതൽ ആസ്യ വരെ യാത്ര ചെയ്ത ഗയോസ്. കൊരിന്ത് ലേഖനത്തിൽ പൗലോസിനാൽ സ്നാനപ്പെട്ട ഗയോസിനെ കുറിച്ച് പറയുന്നുണ്ട്. റോമാലേഖനത്തിലും 16-ാമത്തെ അധ്യായത്തിലെ വന്ദനം പറയുമ്പോഴും ഗയോസ് എന്ന പേര് കാണാനായിട്ട് സാധിക്കും. എഫസോസിലെ ഗയോസ് ആണ് യോഹന്നാൻ്റെ ലേഖനത്തിൽ പരാമർശിക്കുന്ന ഗയോസ് എന്നും പറയാറുണ്ട്. പക്ഷേ ഗയോസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയുവാനുള്ളത് യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുവേലക്കാരൻ, എ ബിലവഡ് ഓഫ് ദ ബിലവഡ് ഡിസൈപ്പിൾ. കർത്താവിൻ്റെ ഏറ്റവും അധികം സ്നേഹിച്ച, മാറോട് ചാഞ്ഞ ആ ശിഷ്യൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു യുവത്വത്തെയാണ് ഗയോസ് എന്ന യുവാവിൽ നമ്മൾ കാണുന്നത്. ഈ ലേഖനം ആരംഭിക്കുമ്പോൾ ആദ്യത്തെ 8 വാക്യങ്ങളിലാണ് ഗയോസിനെ കുറിച്ചുള്ള പരാമർശമുള്ളത്. ഗയോസിനെ യോഹന്നാൻ വിളിക്കുന്നത് തന്നെ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗയോസിന്. ഐ ലവ് ഹും ഐ ലവ് ഇൻ ട്രൂത്ത്. ഞാൻ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ സ്നേഹിക്കുന്നത് സത്യത്തിലാണ്. എൻ്റെ ബിലവഡ്, എൻ്റെ സ്നേഹമുള്ള ഗയോസെ, സത്യത്തിൽ ഞാൻ സ്നേഹിക്കുന്ന ഗയോസെ. ആ വാക്ക് തന്നെ, അഭിസംബോധന തന്നെ എത്രമാത്രം എനർജിയാണ് ഗയോസിൽ ഉണ്ടാക്കുക. സത്യത്തിൻ്റെ കൂട്ടുവേലക്കാരനായ ഒരു വ്യക്തിയുടെ സ്വഭാവവിശേഷതകൾ എന്തൊക്കെയായിരിക്കണമെന്ന് ഗയോസിനോടുള്ള സംഭാഷണത്തിൽ, ഗയോസിനോടുള്ള ഉപദേശത്തിൽ, ഗയോസിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചുള്ള റിപ്പോർട്ടിങ്ങിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സത്യത്തിൻ്റെ കൂട്ടുവേലക്കാരൻ എന്ന ടൈറ്റിലിന് ഒരു മാതൃകയാണ് ഗയസ്. ഇവിടെ ഗയസിനെ അഭിസംബോധന ചെയ്ത് യോഹന്നാൻ പറയുന്നത്, ഗയസെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സഹോദരന്മാർ വന്ന് നീ സത്യത്തിൽ നടക്കുന്നു എന്ന് നിന്റെ സത്യത്തിന് സാക്ഷ്യം പറയുകയാൽ ഞാൻ അത്യന്തം സന്തോഷിച്ചു. എന്തൊരു എൻകറേജ്മെൻ്റ് ആണ്! നീ നടക്കുന്നത് സത്യത്തിലാണെന്ന് നീ പറഞ്ഞല്ല, നിന്നെ കണ്ടവർ പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നിന്നെ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന എൻ്റെ ബിലവഡാണ്. അപ്പോൾ ഇവിടെ യോഹന്നാൻ വ്യക്തമാക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ആദ്യത്തെ 4 വാക്യങ്ങൾ അത് ഒരു വളരുന്ന ഡിസൈപ്പിളായ ഗയസിനെ കുറിച്ചാണ്. ഹി വാസ് എ ഗ്രോയിങ് ഡിസൈപ്പിൾ. അടുത്ത 4 വാക്യങ്ങൾ ഹി വാസ് എ സെർവിങ് ക്രിസ്ത്യൻ. അദ്ദേഹം ഒരു സേവിക്കുന്ന ഒരു ക്രിസ്ത്യാനിയായിരുന്നു. ഈ 2 തലത്തിലാണ്
സത്യത്തിൻ്റെ കൂട്ടുവേലക്കാരനായ ഗയോസിനെ നാം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. യോഹന്നാൻ പറഞ്ഞതുപോലെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ ഒരു പ്രാർത്ഥനയാണ്. നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഗയസെ. നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം. അത് മലയാളത്തിലെ വിവർത്തനമാണ്. ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ബിലവഡ്, ഐ പ്രേ ദാറ്റ് all may go well with you and that you may be in good health as it goes well with your soul. നിന്റെ ആത്മാവ് ശുഭമാണ്, അതുപോലെ നിനക്ക് ഫിനാൻഷ്യലി എല്ലാത്തിലും എന്ന് പറയുമ്പോൾ സാമ്പത്തിക സാമൂഹിക കാര്യങ്ങളിൽ നീ ശുഭമായിരിക്കണം. മാത്രമല്ല നിന്റെ ആരോഗ്യത്തിൽ സുഖമായിരിക്കണം. ആരോഗ്യത്തിൽ നീ സുഖമായിരിക്കണം. അപ്പോൾ ഇത് പറയുമ്പോൾ സാധാരണ നമ്മൾ നീ ആത്മാവിൽ ശുഭമായിരിക്കുന്നത് പോലെ ആരോഗ്യത്തിലും സാമ്പത്തിക കാര്യങ്ങളിലും ശുഭമായിരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് ഒരു പ്രോസ്പെറിറ്റി ഗോസ്പലാണ് എന്ന് തെറ്റിദ്ധരിച്ചേക്കാം. ചിലപ്പോൾ നമ്മൾ വ്യാഖ്യാനിക്കുന്നത് ആത്മാവിൽ ഇപ്പോൾ ഉള്ളപ്പോൾ തന്നെ നിനക്ക് ആരോഗ്യവും നിനക്ക് സാമ്പത്തികമായും ഇത്രത്തോളം വന്നെങ്കിൽ, കൂടുതൽ ആത്മീയമായിട്ട് നീ ഉണ്ടായിരുന്നെങ്കിൽ, കൂടുതൽ ആത്മീകമായിട്ട് നീ വളർന്നെങ്കിൽ നിനക്ക് എത്രയധികം സാമ്പത്തികവും എത്രയധികം ആരോഗ്യവും ലഭിക്കും എന്ന രീതിയിൽ ചിലപ്പോൾ ഇതിൻ്റെ വ്യാഖ്യാനം കേൾക്കാനായിട്ട് ഇടയുണ്ട്. പക്ഷെ അങ്ങനെയല്ല ഇവിടെ പറയുന്നത്. സമ്പത്തോ ആരോഗ്യമോ ഇല്ലാത്ത ആളുകൾക്ക്, ഇതിന് രണ്ടിനും പ്രയാസം നേരിടുന്ന ആളുകൾക്ക് എത്രമാത്രം ആത്മീകതയിൽ വളരാനായിട്ട് സാധിക്കും, ആത്മീകതയിൽ ശുഭമായിരിക്കാനായിട്ട് സാധിക്കും. ഒരുപാട് ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ യോഹന്നാൻ ഗയസിനെ കുറിച്ച് പറയുന്ന നിരീക്ഷണം അങ്ങനെയല്ല. അതിൽ പറയുന്നത് നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ ഓൾറെഡി സമ്പത്തുള്ളവനാണ്, നീ ഓൾറെഡി സൗഖ്യമുള്ളവനാണ്, ആരോഗ്യമുള്ളവനാണ്. പക്ഷേ നിനക്ക് ആത്മീകമായ സമ്പത്തിലും ആത്മീകമായ ആരോഗ്യത്തിലും കുറെ കൂടെ മുൻപോട്ട് പോകുവാൻ ദൈവം സഹായിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ സമ്പത്തോ ആരോഗ്യമോ ഇതിന് രണ്ടിനു വേണ്ടിയുള്ള നെട്ടോട്ടത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ആത്മീകത നമുക്കുണ്ടെങ്കിൽ നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യവും ആത്മീകമായുള്ള സമ്പത്തിലും ആത്മീകമായുള്ള ആരോഗ്യത്തിലും സ്പിരിച്വൽ ഹെൽത്ത് ആൻഡ് സ്പിരിച്വൽ വെൽത്ത് ഇത് രണ്ട് ആർജിക്കുവാനായിട്ട് ദൈവം നിന്നെ സഹായിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയും ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് സമ്പത്തും ആരോഗ്യവും നിന്നിൽ വർദ്ധിക്കട്ടെ എന്നല്ല, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നിന്റെ ഭൗതികമായിട്ടുള്ള നേട്ടവും ആരോഗ്യപരമായിട്ടുള്ള കാര്യവും അത് നിന്റെ ആത്മീകതയുടെ പ്രതിഫലനമായിരിക്കട്ടെ. ആരോഗ്യമുള്ള ഒരു ആത്മാവും സമ്പന്നമായ ഒരു ആത്മാവും നിനക്കുണ്ടാകട്ടെ എന്നൊരു പ്രാർത്ഥനയായിട്ട് നമുക്കിതിനെ എടുക്കാം. മാത്രവുമല്ല, അടുത്ത എൻകറേജ്മെൻറ്റ്, നീ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നത് എൻ്റെ മനസ്സിന് ആനന്ദം പകരുന്നതാണ്. എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. യോഹന്നാൻ എന്ന എൽഡർ ഒരു പ്രസ്ബിറ്ററായിട്ടോ ഒരു എപ്പിസ്കോപ്പയായിട്ടോ അല്ല ഇവിടെ കാണുന്നത്. അദ്ദേഹം ഒരു മെൻറ്ററാണ്. ഗയോസ് ഒരു മെൻറ്റിയാണ്. ഗയോസിൻ്റെ അനുദിന ജീവിതത്തിൽ സ്പിരിച്വലായിട്ട് എത്രമാത്രം വളർന്നിരിക്കുന്നു, ആ വളർന്നതിലുള്ള ഒരു മെൻറ്ററുടെ സന്തോഷം മാത്രവുമല്ല, കൂടുതൽ പക്വതയിലേക്ക് വളരുവാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഉപദേശവും യോഹന്നാനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഈ മെൻറ്റർ റിലേഷൻഷിപ്പ് ഏതൊരു മുതിർന്ന ക്രൈസ്തവനും വളർന്നു വരുന്ന ക്രിസ്തു ശിഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു മെൻറ്ററായിട്ട് തീരണം. ആ മെൻറ്റർ മെൻറ്റിയെ അല്ലെങ്കിൽ വളർന്നു വരുന്ന ക്രിസ്തു ശിഷ്യന്മാരെ പ്രോത്സാഹിപ്പിക്കുവാൻ ശ്രമിക്കണം. യോഹന്നാൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ളതുപോലെ എ കമ്മ്യൂണിറ്റി ഓഫ് എൻകറേജ്മെൻറ്റ്, പ്രോത്സാഹനത്തിൻ്റെ ഒരു സമൂഹമായിട്ട് വളരേണ്ടതിൻ്റെ പ്രസക്തിയാണ് ഒന്നാമത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. മാത്രവുമല്ല, സമഗ്രമായൊരു വളർച്ചയാണ് ആവശ്യം. നിൻ്റെ ആത്മാവിൽ സൗഖ്യമുള്ളതുപോലെ സുഖകരമായിട്ടിരിക്കുന്നത് പോലെ നിൻ്റെ ആരോഗ്യത്തിലും നിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിലും ഒരുപോലെ സന്തുലിതമായ ഒരു വളർച്ച ഉണ്ടാകണം. ഗയസ് ഒരു ബാലൻസ്ഡ് പേഴ്സൺ ആയിരുന്നു, ഒരു സന്തുലിതനായ മനുഷ്യനായിരുന്നു. രണ്ടാമത് ഗയസിൻ്റെ സേവനത്തെക്കുറിച്ചാണ്. ഹി വാസ് എ സെർവിങ് ക്രിസ്ത്യൻ. ഗയസ് ഒരു സെർവിങ് ക്രിസ്ത്യൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സത്യത്തിൻ്റെ കൂട്ടുവേലക്കാരാണ് എന്ന് ഗയസിനോടാണ് യോഹന്നാൻ പറയുന്നത്. അപ്പോൾ സത്യത്തിൻ്റെ കൂട്ടുവേലക്കാരാണ് നമ്മൾ എന്ന് ഗയസിനോട് പറയാനുള്ള ഗുണവിശേഷങ്ങൾ എന്തൊക്കെയാണ് ഗയസിനുള്ളത്?
ഒന്നാമത്, അദ്ദേഹം വിശ്വസ്തയോടുകൂടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഹി സെർവ്ഡ് ഫെയ്ത്ത്ഫുള്ളി. അവൻ അധ്വാനിക്കുന്നത് വളരെ വ്യക്തമായിട്ടാണ് ഇവിടെ പറയുന്നത്. പ്രിയനെ, നീ സഹോദരന്മാർക്കും വിശേഷാൽ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിലൊക്കെയും വിശ്വസ്തത കാണിക്കുന്നു. നീ അധ്വാനിക്കുന്നതിലൊക്കെയും വിശ്വസ്തത കാണിക്കുന്നു. നിനക്ക് വലിയ കാര്യങ്ങൾ ഏൽപ്പിച്ചാലും ചെറിയ കാര്യങ്ങൾ ഏൽപ്പിച്ചാലും ഏൽപ്പിച്ചതിൻ്റെ വലിപ്പമല്ല, മറിച്ച് നിന്റെ വിശ്വസ്തത ഏൽപ്പിച്ച കാര്യങ്ങളെ എത്രമാത്രം വലുതാക്കുന്നു. സത്യത്തിൻ്റെ കൂട്ടുവേലക്കാരൻ അല്പത്തിൽ വിശ്വസ്തനായിരിക്കണം, അധികത്തിലും. അതുകൊണ്ടല്ലേ കർത്താവ് പറയുന്നത്, അല്പത്തിൽ വിശ്വസ്തനായിരിക്കുക, അധികത്തിൽ നിന്നെ വിചാരകനാക്കും. ഹി വാസ് എ ഫെയ്ത്ത്ഫുൾ പേഴ്സൺ. വിശ്വസ്തതയുള്ള മനുഷ്യനായിരുന്നു. അത് അധ്വാനത്തിലൊക്കെയും വിശ്വസ്തത, അതിഥികൾക്ക് വേണ്ടി അധ്വാനിക്കുന്നതിലൊക്കെയും വിശ്വസ്തരായിട്ട്. എത്ര ആളുകളെ ഇതുപോലെയുള്ള എക്സാമ്പിൾസ് നമുക്ക് അനുദിന ജീവിതത്തിൽ കാണാനായിട്ട് സാധിക്കും. ഈ അടുത്ത കാലത്ത് റിട്ടയർ ചെയ്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഋഷിരാജ് സിംഗ്, അദ്ദേഹത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കൊമ്പന്മേശയ്ക്കപ്പുറമായിട്ട് ഏത് വലിയ പോസ്റ്റിലും ഏത് ചെറുതെന്ന് തോന്നാവുന്ന പോസ്റ്റിലും അദ്ദേഹം ഇരുന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. ആ ക്വാളിറ്റിയുടെ അന്തസത്ത എന്ന് പറയുന്നത് വിശ്വസ്തത തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇവിടെ അധ്വാനിക്കുന്നതിലൊക്കെയും വിശ്വസ്തത കാണിക്കുന്നു. ഹി വാസ് എ ഫെയ്ത്ത്ഫുൾ പേഴ്സൺ. സത്യത്തിൻ്റെ കൂട്ടുവേലക്കാർ വിശ്വസ്തരായിരിക്കണം. കാര്യവിചാരകന്മാരിൽ അന്വേഷിക്കുന്നത് സക്സസ് അല്ല, 2 കൊരിന്ത്യരിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, മറിച്ച് ഫെയ്ത്ത്ഫുൾനെസ് ആണ്. ഒരു മാനേജർ അല്ലെങ്കിൽ കാര്യവിചാരകൻ, സ്റ്റുവാർഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു നാമം പലപ്പോഴും മനുഷ്യർക്ക് ദൈവം നൽകിയിട്ടുള്ളതാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ കാര്യവിചാരകരാണ് നാം. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് പലയിടങ്ങളിൽ നമ്മൾ ആക്കുമ്പോൾ അവിടെ സക്സസ് അല്ല ആവശ്യം, വിജയമല്ല, മറിച്ച് വിശ്വസ്തതയാണ് ആവശ്യം. ഗായസ് വാസ് എ ഫെയ്ത്ത്ഫുൾ പേഴ്സൺ. ഗായസ് ഒരു ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള മനുഷ്യനായിരുന്നു, വിശ്വസ്തനായ മനുഷ്യനായിരുന്നു. രണ്ടാമത്, സത്യത്തിൻ്റെ കൂട്ടുവേലക്കാരൻ എന്ന അഭിസംബോധനയ്ക്ക് ഗായസ് പാത്രമായത്, ഹീ സെർവ്ഡ് ലവിംഗ്ലി. അവൻ സ്നേഹത്തിലാണ് സേവനം ചെയ്തത്. ഹി ഗേവ് ഇൻ ലവ്. അദ്ദേഹം സത്യത്തിലാണ് നൽകിയത്. അതിവിടെ വളരെ വ്യക്തമായിട്ട് കമൻ്റ് ചെയ്യുന്നുണ്ട് യോഹന്നാൻ. അവർ സഭയുടെ മുൻപാകെ നിന്റെ സ്നേഹത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നീ നിന്നെക്കുറിച്ച് തന്നെ പറഞ്ഞതല്ല സാക്ഷ്യം, അവർ നിന്റെ സ്നേഹത്തെക്കുറിച്ച് സഭയിൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. നിനക്ക് സ്നേഹമുണ്ട് ഗായസെ. നീ ഒത്തിരി സ്നേഹത്തിലാണ് നിന്റെ ശുശ്രൂഷ ചെയ്യുന്നത്. അത് നീ പറഞ്ഞതല്ല, നിന്നെക്കുറിച്ച് അവർ, നീയുമായി ഇടപെട്ട ആളുകൾ സഭയിൽ പറഞ്ഞ സാക്ഷ്യമാണ്. പലപ്പോഴും സാക്ഷ്യം എന്ന് പറയുമ്പോൾ നാം നമ്മെക്കുറിച്ച് തന്നെ പറയുന്നതായിട്ടാണ് വ്യാഖ്യാനിക്കാറ്. യോഹന്നാൻ്റെ ഈ ചെറിയ ലേഖനത്തിലുടനീളം കാണാൻ സാധിക്കുന്നത് സാക്ഷ്യം പറയുന്നത് നീയല്ല, നിന്നെക്കുറിച്ച് അവരാണ്. അവർ പറയുന്നത് സഭയിലാണ്. അവൻ സ്നേഹത്തിൽ സേവിച്ചു. സ്നേഹവും നൽകലും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണെന്ന് പറയാം. അവ പരസ്പര പൂരകങ്ങളാണെന്ന് പറയാം. സ്നേഹവും നൽകലും. ഈ സ്നേഹത്തിൽ സേവിച്ച മനുഷ്യനാണ് ഗായസ്. അപ്പോൾ സ്നേഹിക്കാതെ നൽകാനായിട്ട് സാധിക്കും, സ്നേഹമില്ലാതെ വേണമെങ്കിൽ നമുക്ക് നൽകാനായിട്ട് സാധിക്കും. പക്ഷെ സ്നേഹമുണ്ടെങ്കിൽ നൽകാതിരിക്കാൻ സാധിക്കില്ല. അതാണ് സ്നേഹവും നൽകലും, ലവ് ആൻഡ് ഗിവിങ് തമ്മിലുള്ള ബന്ധം. നമുക്ക് സ്നേഹമില്ലാതെ നൽകാം, ഗിവിങ് വേണമെങ്കിൽ വിത്തൗട്ട് ലവ് യു ക്യാൻ ഗിവ്. പക്ഷേ സ്നേഹമുണ്ടെങ്കിൽ നിനക്ക് നൽകാതിരിക്കാൻ സാധിക്കില്ല. ഗോഡ് സോ ലവ് ദ വേൾഡ് സോ ദാറ്റ് ഹി ഗേവ്. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് മലയാളത്തിൽ വരുമ്പോൾ സ്നേഹം രണ്ടാമത് വരുന്നുവെങ്കിലും ഗോഡ് സോ ലവ് ദ വേൾഡ്, ലോകത്തെ സ്നേഹിച്ചപ്പോൾ ദ സെക്കൻഡ് ആക്ട് ഈസ് ഗിവിങ്. ഗൈസ്, നൽകിയ വ്യക്തിയാണ്, നൽകുന്ന വ്യക്തിയാണ്, സേവിക്കുമ്പോൾ സ്നേഹത്തോടു കൂടെ സേവിച്ച വ്യക്തിയാണ്. 3, ഗൈസ് ഹി സെർവ്ഡ് ഓണറബിളി. ഗൈസ് യോഗ്യമായിട്ടാണ് സേവിച്ചത്. അതിവിടെ പറയുന്നത്, അതും സാക്ഷ്യം പറയുന്നുണ്ട്. നീ അവരെ ദൈവത്തിന് യോഗ്യമാകും വണ്ണം യാത്ര അയച്ചാൽ നന്നായിരിക്കും. അതൊരു വിഷായിട്ട് പറഞ്ഞെങ്കിലും അത് സംഭവിച്ച ഒന്നായിട്ട് തന്നെയാണ്. ഗയസ് യോഗ്യമായ രീതിയിലെ യാത്ര അയക്കൂ എന്നുള്ള അദ്ദേഹത്തിൻ്റെ മെൻറ്ററുടെ കോൺഫിഡൻസ് ആണ്, യോഹന്നാൻ്റെ കോൺഫിഡൻസ് ആണ്. അവർ യോഗ്യമായ നിലയിൽ സേവിച്ച വ്യക്തിയാണ്. ആതിഥ്യമരുളുക, ആതിഥ്യമര്യാദയാണ്. ഇവിടെ വന്ന ആളുകളെ സേവിച്ചതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യോഗ്യമായ രീതിയിൽ ഓണറബിൾ ആയിട്ട് സേവിക്കാനായിട്ട് സാധിക്കുക. ഗീവ് ദം ദ ബെസ്റ്റ്, ഏറ്റവും നല്ലത് നൽകുന്ന രീതിയിൽ ഒരു ആതിഥ്യമര്യാദ,
അതിഥിപ്രിയരായിരിക്കണം, ആതിഥ്യ മര്യാദ ഉണ്ടാകണം. തുടർന്നും ആതിഥ്യ മര്യാദയെക്കുറിച്ചാണ് പറയുന്നത്. ഈ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? അവർ വളരെ ജനറസ് ആണ്, ഹോസ്പിറ്റബിൾ ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ TV കാണാൻ നേരത്ത് വരുന്ന ആളുകൾക്ക് കുറച്ച് മിക്സറും ഇതൊക്കെ കൊടുത്ത് ഇങ്ങനെ ഒളിമ്പിക്സൊക്കെ കണ്ടിരിക്കുക, അതിനൊരു ഹോസ്പിറ്റാലിറ്റി എന്നാണോ പറയുക? സുഹൃത്തുക്കളെ വിളിച്ച് നൽകുന്ന അതിഥി സൽക്കാരത്തിനല്ല ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത്. ഹോസ്പിറ്റാലിറ്റി എന്ന വാക്ക് അതിൻ്റെതായ മൂലാർത്ഥത്തിലേക്ക് വരുമ്പോൾ ലവ് ഫോർ സ്ട്രേഞ്ചേഴ്സ്, അപരിചിതരായ ആളുകളോട് കാണിക്കുന്ന സ്നേഹത്തിനാണ് പറയുന്നത്. ലവ് ഫോർ ദ സ്ട്രേഞ്ചേഴ്സ്, അപരിചിതരായ ആളുകളെ സ്വന്തം എന്ന രീതിയിൽ കരുതി യോഗ്യമായ രീതിയിൽ സേവിക്കാനായിട്ട് സാധിക്കും. അത് അബ്രഹാം മുതലേ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 3 പേരെ കണ്ടപ്പോൾ അവരെ അങ്ങ് സേവിക്കാൻ വേണ്ടി ഓടിച്ചെല്ലുന്ന അബ്രഹാം പിതാവിനെ നമുക്കറിയാം. ഗയസ് അത്തരത്തിലുള്ള വ്യക്തികളിൽ ഒരാളാണ്. ഹീ സെർവ്ഡ് ഓണറബിളി, അവൻ യോഗ്യമാവണ്ണം സേവിച്ച വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഹീസ് എ കോവർക്കർ ഫോർ ട്രൂത്ത്, സത്യത്തിൻ്റെ കൂട്ടുവേലക്കാരൻ്റെ ക്വാളിറ്റി ആയിട്ട് മൂന്നാമത് ഓണറബിളി സേവിക്കുവാനായിട്ട്, യോഗ്യമായ നിലയിൽ സേവിക്കുവാനായിട്ട് സാധിക്കുന്നത്. 4, ഹീ സെർവ്ഡ് സപ്പോർട്ടഡ്ലി, അവൻ പിന്തുണച്ച് കൊണ്ട് സേവിച്ച വ്യക്തിയാണ്. സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്തുണച്ചിട്ട് സേവിച്ച വ്യക്തിയാണ്. അതാണ് ഇവിടെ പറയുന്നത്. തിരുനാമം നിമിത്തം അവർ ജാതികളോട് ഒന്നും വാങ്ങാതെയാണ് പുറപ്പെട്ടത്, പക്ഷെ അവരെ നന്നായിട്ട് നീ സപ്പോർട്ട് ചെയ്തു എന്നിവിടെ കാണുന്നു. ജാതികളോട് ഒന്നും വാങ്ങാതെയാണ് നിന്റെ അടുക്ക് വരെ എത്തിയത്. ജാതികൾ എന്ന് പറയുമ്പോൾ ജാതി, യഹൂദൻ എന്ന 2 ജാതിയെക്കുറിച്ച് മാത്രമല്ല ഇവിടെ പറയുന്നത്. വന്നവർ സത്യത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. ആരാണ് വന്നത്? യോഹന്നാൻ്റെ പശ്ചാത്തലത്തിൽ അന്ന് സഞ്ചാര പ്രസംഗകരായിട്ട് സഞ്ചരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുന്നവരായിട്ട് ഇവരുടെ അടുത്തെത്തിയ സത്യത്തിൻ്റെ പ്രസംഗകരാണ്. യേശുവിൻ്റെ സാക്ഷികളാണ്, സുവിശേഷ വേലക്കാരാണ്. ഗയസിൻ്റെ കോൺഗ്രിഗേഷനിൽ എത്തിയപ്പോൾ ഗയസ് അവരെ അപരിചിതരായിരുന്നിട്ടും സ്വീകരിച്ചു. അവരെ സഭയിൽ കൈക്കൊണ്ടു. അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. അവരെ പിന്തുണച്ചു. പക്ഷേ അവർക്ക് വരുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ മറ്റുള്ള ആളുകളിൽ നിന്ന് വാങ്ങിയിട്ട് വരാമായിരുന്നു. അവരത് ചെയ്തില്ല. അപ്പോൾ ജാതി, യഹൂദൻ എന്ന 2 ജാതിയല്ല. യോഹന്നാൻ്റെ ലേഖനത്തെ സംബന്ധിച്ചിടത്തോളം 2 കൂട്ടരേ ഉള്ളൂ. 2 തരമാണ് മനുഷ്യർ. 1 സത്യത്തിൻ്റെ കൂട്ടുവേലക്കാരും, 2 സത്യത്തെ സ്വീകരിക്കാത്തവരും. ലോകത്ത് അന്നും ഇന്നും 2 ജാതിയേ ഉള്ളൂ ദൈവമുമ്പാകെ. 1 സത്യത്തിൽ നടക്കുന്നവരും, 2 സത്യത്തെ സ്വീകരിക്കാത്തവരും. ഈ 2 കാറ്റഗറിയാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. യോഹന്നാൻ്റെ ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മളെ ചലഞ്ച് ചെയ്യുന്നതുമായിട്ടുള്ള വിഷയം, ഈ 2 കാറ്റഗറിയിൽ എവിടെ നമ്മൾ നിൽക്കുന്നു? ചില സമയത്ത് സത്യത്തിലും ചില സമയത്ത് സത്യത്തിനെതിരായും. ഇത് യോഗ്യമല്ല. സത്യത്തിന് എതിരായി നിൽക്കുന്നവരോട് ഒന്നും വാങ്ങാതെ, ഒരു കോംപ്രമൈസും ഇല്ലാതെ പരീക്ഷീണരായിട്ട് വന്ന ആളുകൾക്ക് നീ സപ്പോർട്ട് ചെയ്തു. കാരണം നീ സത്യത്തിൽ നടക്കുന്നവനാണ്. നീ സത്യത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. അവരും സത്യത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. സത്യത്തിനെതിരായി നിൽക്കുന്നവരോട് കോംപ്രമൈസ് ഇല്ലാത്ത ആളുകളാണ്. അതുകൊണ്ട് ഹീ സെർവ്ഡ് സപ്പോർട്ടഡ്ലി, അവൻ പിന്തുണച്ച വ്യക്തികളാണ്. പലപ്പോഴും നമുക്ക് ചില കാര്യങ്ങളിൽ സത്യത്തിന് വേണ്ടി മാത്രം നിൽക്കുവാൻ സഭയ്ക്ക് പോലും സാധിക്കാതെ വരുന്നു. ഗവൺമെൻറ്റിൻ്റെ ചില സമീപനങ്ങളിൽ മൃദു സമീപനം നമുക്ക് എടുക്കേണ്ടതായിട്ട് വരുന്നു. അതുകൊണ്ട് ആവശ്യങ്ങൾ വരുന്ന സമയത്ത് ശക്തിയോടുകൂടി നിൽക്കുവാൻ സാധിക്കാത്ത രീതിയിൽ മാറിപ്പോകുന്നതൊക്കെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമല്ലേ. അപ്പോൾ സത്യത്തിന് വേണ്ടി നിൽക്കുകയും അപ്പോൾ തിരസ്കരിക്കപ്പെടുകയോ ചെയ്യുന്ന ആ ഒരു അനുഭവം സ്വീകരിക്കുവാൻ തയ്യാറാകുമോ ഇല്ലേ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ സത്യത്തിന് വേണ്ടി നിന്ന് തിരസ്കരിക്കപ്പെട്ടവരെ സപ്പോർട്ട് ചെയ്തത് ഗയസ്, സത്യത്തിൻ്റെ മറ്റൊരു കൂട്ടുവേലക്കാരൻ. 5-മതായിട്ട് ഗയസിനെ കുറിച്ച് പറയുന്നത് ഹി സെർവ്ഡ് ആസ് എ ടീം. ഗയസ് ഒരു ടീം എന്ന നിലയിൽ, ഒരു കൂട്ടമായിട്ടാണ്, ഒരു പങ്കാളിയായിട്ടാണ്, പങ്കാളിത്തത്തോടു കൂടെ സെർവ് ചെയ്ത വ്യക്തിയാണ്, സേവിച്ച ഒരു ക്രിസ്ത്യനാണ്, സത്യത്തിൻ്റെ കൂട്ടുവേലക്കാരനാണ്. ഞാൻ ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്ന വ്യക്തിയല്ല, ഒറ്റയ്ക്ക് പ്രവർത്തിച്ചു എന്നല്ല പറയുന്നത്. നീ പ്രവർത്തിച്ചത് ഒരു ടീമായിട്ടാണ്. അതുകൊണ്ട് വന്നവരും നീയും ഞാനും എല്ലാം ഈ ടീമിൻ്റെ ഭാഗമാണ്. അങ്ങനെയാണ് എൽഡർ യോഹന്നാൻ പറയുന്നത്, മൂപ്പനായ യോഹന്നാൻ പറയുന്നത്. അവൻ്റെ ദാനം മാത്രമല്ല, മറ്റുള്ളവരുടെ ദാനവും ചേർന്ന് കോവർക്കേഴ്സ് ആയിട്ട് മാറുന്ന ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ആകയാൽ നാം സത്യത്തിന് കൂട്ടുവേലക്കാർ ആകേണ്ടതിന് ഇങ്ങനെയുള്ളവരെ സൽക്കരിക്കേണ്ടതാകുന്നു. ഇങ്ങനെയുള്ളവരെന്ന് പറഞ്ഞാൽ സത്യത്തിന് വേണ്ടി സാക്ഷി നിൽക്കുന്നവരെ, സത്യത്തിൽ നടക്കുന്നവരെ. ഈ ഗയസിനെ കുറിച്ച് പറഞ്ഞ 2 കാര്യങ്ങളാണ്. സത്യത്തിൽ സ്നേഹിക്കുന്ന ഗയസെ, എൻ്റെ ബിലവടെ, നീ സത്യത്തിൽ നടക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നീ സത്യത്തിൻ്റെ കൂട്ടുവേലക്കാരനാണ്.
എത്ര മനോഹരമായിട്ടുള്ള, എത്ര ശക്തമായിട്ടുള്ള വചനങ്ങളാണിത്. അതുകൊണ്ട് ഗയസ്, സത്യത്തിൻ്റെ കൂട്ടുവേലക്കാരൻ എന്താണ്? ഒരു സത്യത്തിൻ്റെ കൂട്ടുവേലക്കാരൻ എപ്രകാരമായിരിക്കണമെന്നതിന് മാതൃകകൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കും ഈ മാതൃക പിന്തുടരാം. ഹി സെർവ്ഡ് ഫെയ്ത്ത്ഫുള്ളി, വിശ്വസ്തയോടുകൂടെ അവൻ സേവിച്ചു. ഹി സെർവ്ഡ് ലവിംഗ്ലി, സ്നേഹത്തിൽ അവൻ സേവിച്ചു. ഹി സെർവ്ഡ് ഹോണറബിളി, അവൻ യോഗ്യമായ നിലയിൽ, മഹത്വമായ രീതിയിൽ സേവിച്ചു. ഹി സെർവ്ഡ് സപ്പോർട്ടഡ്ലി, അവൻ പിന്തുണച്ചുകൊണ്ട്, സപ്പോർട്ട് ചെയ്തുകൊണ്ട്, സത്യത്തിന് വേണ്ടി നിൽക്കുകയും ഒരു കോംപ്രമൈസ് ഇല്ലാതെ വന്ന പരീക്ഷണരായ ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തി. ആൻഡ് ഹി സെർവ്ഡ് ആസ് എ പാർട്ട് ഓഫ് എ ടീം, ഒരു സംഘത്തിൻ്റെ, ഒരു കൂട്ടത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് സത്യത്തിൻ്റെ കൂട്ടുവേലക്കാരോട് ചേർന്ന് പ്രവർത്തിച്ച വ്യക്തി. സത്യത്തിൻ്റെ കൂട്ടുവേലക്കാരെ തീരുവാനുള്ള ഈ ഒരു ആഹ്വാനം യോഹന്നാൻ്റെ ലേഖനം നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സത്യത്തിന് സാക്ഷ്യം നിൽക്കുകയും സത്യത്തിൻ്റെ കൂട്ടുവേലക്കാരാവുകയും സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സകല സത്യത്തിലും വഴി നടത്തുന്ന ഞങ്ങളുടെ ദൈവമേ, സത്യത്തിൻ്റെ കൂട്ടുവേലക്കാർ എന്ന ഒരു ചിന്താവിഷയം ഞങ്ങളുടെ ജീവിതത്തെ ചലഞ്ച് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും അസത്യവും അർദ്ധസത്യവുമായിട്ട് ഒരു കോംപ്രമൈസ്, ഒരു ഒത്തുതീർപ്പിന് മുതിരുകയും അതിലൂടെ നടക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥ സത്യം ലോകത്തിനറിയാതെ പോകുന്നു. അവിടുന്നാണ് യഥാർത്ഥ സത്യമെന്ന ആഴത്തിലുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകുകയും സത്യത്തിൽ മാത്രം നടക്കുവാൻ അവിടെ ഞങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യണമേ. ബലഹീനരായ ഞങ്ങളെ അങ്ങയുടെ ബലം നൽകി, അങ്ങയുടെ കൃപ നൽകി, അങ്ങയുടെ ആത്മാവിൻ്റെ വഴിനടത്തിപ്പ് നൽകി പരിപാലിച്ച് വഴി നടത്തണമേ. മൂപ്പനായ യോഹന്നാൻ ഗയസിനെ പ്രോത്സാഹിപ്പിച്ചതുപോലെ പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമൂഹമായിട്ട് ഞങ്ങളെ അവിടെ തീർക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ.